എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ എനിക്ക് നഷ്ടപ്പെട്ടതൊക്കെയും ദൈവം തിരിച്ചു തരും. കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് കർത്താവേ, കൊയ്ത്തുകാലത്തിൻ്റെ ആനന്ദം ഇന്ന് ശുശ്രൂഷയിൽ ഞങ്ങൾക്ക് നൽകണമേ. കൊയ്ത്തുകാലത്തിൻ്റെ ആനന്ദം ശുശ്രൂഷയിൽ അങ്ങ് ഞങ്ങൾക്കൊരുക്കണമേ. സൈന്യത്താലെയല്ല, ശക്തിയാലെയുമല്ല, അങ്ങയുടെ ആത്മാവിലാണ്. ആരാധനയും പ്രാർത്ഥനയും ചില ആണിക്കല്ലുകളാണ്. ഏത് ഉയർന്ന മലകളെയും സമതലമാക്കാൻ കഴിയത്തക്ക വിധം ആണിക്കല്ലുകളാണ് നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും ആരാധിക്കുന്ന ആരാധനയും. ഈ ആണിക്കല്ല് കൊണ്ട് അടിച്ചാൽ ഏതു മഹാപർവ്വതവും സമതലമാകും, സമതലമായി മാറും. കരങ്ങളെ ഹൃദയത്തോടൊന്ന് ചേർത്ത് എല്ലാ ഭാരങ്ങളും ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് മനസ്സിനെ അലട്ടുന്ന, സങ്കടത്തിൽ ആഴ്ത്തിയിരിക്കുന്ന, ഇടിച്ചു താഴ്ത്തുന്ന ഒരു വ്യക്തി പറഞ്ഞു, എനിക്ക് കുറച്ച് ദിവസങ്ങളും കുറച്ച് നാളുകളൊക്കെ നല്ല നന്മകളൊക്കെ വരും, പിന്നെ 10 ഇരട്ടിയായി താഴോട്ട് പോകും. എന്നറിയില്ല, എൻ്റെ പ്രാർത്ഥന മാത്രം ദൈവം കേൾക്കുന്നില്ലല്ലോ എന്നൊരു തോന്നൽ പോലും എനിക്ക് പഴയ പോലെയൊന്നും പ്രാർത്ഥിക്കാനൊന്നും കഴിയുന്നില്ല. തീയും പുകയുമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷെ അതിനകത്ത് എരിഞ്ഞു തീരുന്ന വിറക് കമ്പിനെ ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാകില്ല. തീയും പുകയൊക്കെ എല്ലാവരും കാണും, പക്ഷെ അതിനകത്ത് വിറക് എരിഞ്ഞ് കത്തുന്ന വിറകുണ്ട്. ഇതുപോലെ നമ്മൾ പലരും എരിഞ്ഞു കത്തുന്ന അഗ്നിയിൽ ഉരുകിത്തീരുന്ന വിറക് പോലെ കത്തുന്ന മനസ്സുള്ളവരും വെന്ത് നീറുന്ന ഹൃദയമുള്ളവരും തകർന്നവരൊക്കെ ഉണ്ട്. എല്ലാ ഭാരങ്ങളും യേശു പറഞ്ഞു, നിന്റെ ഭാരം നീ ചുമന്നാൽ നിനക്ക് അസുഖമായത് മാറും. നീ ഡൗൺ ആകും, ഡിപ്രഷൻ വരും, നിരാശ വരും. നിന്റെ ഭാരം ദൈവത്തെ ഏൽപ്പിക്കുക. അതുകൊണ്ടാണ് ഇപ്പോൾ പാടുന്നത്, എൻ്റെ ഭാരം ചുമക്കുന്നവൻ, ഭാരം ചുമക്കുന്നവൻ. ആ വിളിച്ചു പറയൂ, യേശു എന്നെ നന്നായി അറിയുന്നവൻ. പറഞ്ഞു, യേശു. ഇപ്പൊ പാടിയൊരു പാട്ടിന്റെ വരിയുണ്ട്, എന്നെ നന്നായി അറിയുന്നവൻ. നമ്മളെ ഒരുപാട് പേര് അറിയുന്നവരാണ്, പക്ഷെ നന്നായിട്ട് അറിയുന്നവർ കുറച്ചേ ഉള്ളൂ. ചിലപ്പോൾ നിങ്ങൾ പറയും, എനിക്ക് ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്. പക്ഷെ ഭാര്യയാണ്, ഭർത്താവാണ്, എല്ലാം ശരി തന്നെ. പക്ഷെ നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നന്നായിട്ട് അവർക്കറിയാവോ? ഇല്ല. എന്തേലും ഒരു ചെറിയ പ്രശ്നം വരുമ്പോഴേ അവർ മുഖം വീർപ്പിക്കും, ദേഷ്യപ്പെടും, പിണങ്ങിയിരിക്കും, ഭക്ഷണം തരാതിരിക്കും. പക്ഷേ എന്നെ ഏറ്റവും പ്രിയപ്പെട്ടവരെ പോലെ അല്ല ദൈവം, അതിനേക്കാൾ പ്രിയപ്പെട്ടതാണ്. കാരണം എൻ്റെ യേശുവിന് എന്നെ നന്നായിട്ടറിയാം. കരങ്ങൾ ഹൃദയത്തോട് വെച്ചിട്ട് പറയണം, ഹൃദയത്തിൽ വെച്ച് പറയണം, യേശു ഇന്ന് എൻ്റെ എല്ലാ ഭാരങ്ങളും മാറ്റും. യേശു എൻ്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും. യേശു എനിക്കൊരു വഴി തുറന്നു തരും. യേശു എൻ്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും. പറ, വിശ്വാസത്തിൽ പറ, യേശു എൻ്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും. യേശു എൻ്റെ അവസ്ഥകളെ മാറ്റം വരുത്തും. കൊയ്ത്തുകാലത്തിൻ്റെ ആനന്ദം എനിക്ക് ദൈവം തരും. പ്രഭാതത്തിലെ മഞ്ഞുതുള്ളികൾ സൂര്യപ്രകാശത്തിൻ്റെ ചൂടേറ്റ് അപ്രത്യക്ഷമാകുന്നത് പോലെ എൻ്റെ പ്രശ്നങ്ങൾ പ്രഭാതത്തിലെ മഞ്ഞുതുള്ളി ഉരുകുന്നത് പോലെ ഉരുകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പറഞ്ഞ് ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യേശു എന്നെ പഠിപ്പിച്ചത് ഞാൻ വിളിച്ചു പറയാം. യേശു എന്നെ പഠിപ്പിച്ചത് ഞാൻ വിളിച്ചു പറയാം. യേശു എന്നോട് പറയണമെന്ന് പഠിപ്പിച്ചത് ഞാൻ പറയാം. നിന്റെ പ്രശ്നം പരിഹരിക്കും. വഴിതെറ്റിപ്പോയ നിന്റെ മക്കൾ തിരിച്ചു വരും. നിന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ, അതിൽ നിന്ന് നീ വിടുതൽ പ്രാപിക്കും. നിന്റെ ജീവിതത്തിൽ നന്മകൾ ഉണ്ടാകും. ഒരു വഴിയായി ശത്രു വന്നാൽ 7 വഴിയായി അവർ തിരിച്ചു പോകും. നിനക്കൊരനർത്ഥവും വരികയില്ല. നിന്റെ കൂടാരത്തിൽ ഒരു തിന്മയും കയറുകയില്ല. നീയും നിന്റെ തലമുറയും അനുഗ്രഹിക്കപ്പെടും. യേശു എന്നെ പഠിപ്പിച്ചത് ഞാൻ ആത്മാവിൽ, പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയുന്നു. പരിശുദ്ധാത്മാവേ, ഇന്ന് വചനം കേൾക്കുന്നവരെ
ആ വചനത്താൽ നിറച്ച് തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് ആത്മാവിനാൽ നയിക്കണമേ. ആമേൻ. ഇരിക്കാമോ? ഉള്ള സൗകര്യത്തിൽ ഏറ്റവും സന്തോഷത്തോടെ നമുക്കിരിക്കാം. ഹല്ലേലൂയ. ഒരുപാട് സന്തോഷത്തോടെ ഇന്ന് നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നു. നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചിലരോട് പറയില്ലേ, നീ എന്നാലും മനസ്സിലാക്കിയില്ലല്ലോ, ഇത്രയും വർഷമായി ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട്, എന്നിട്ട് നിനക്ക് ശരിക്കും മനസ്സിലാകുന്നില്ല എന്നെ. എനിക്ക് ഭയങ്കര ദുഃഖമുണ്ട്. എത്ര ഒരുമിച്ചായിരുന്നെന്ന് പറഞ്ഞാലും ചിലർക്കൊന്നും ചിലരെ ഒട്ടും പിടികിട്ടത്തില്ല. പക്ഷേ യേശു പറഞ്ഞൊരു വാക്കുണ്ട്, എനിക്ക് നിന്നെ നന്നായിട്ടറിയാം. തീ കത്തുമ്പോൾ പുകയും തീയും ഒക്കെ എല്ലാവരും കാണും, പെട്ടെന്ന് ശ്രദ്ധിക്കില്ല. തീക്കകത്തിരിക്കുന്ന വിറക് അതിങ്ങനെ നിന്ന് കത്ത് കാണും. ഇതുപോലെ ചില ജീവിതങ്ങൾ ചിലതൊക്കെ ആലോചിച്ച് തീക്കകത്തിരിക്കുന്ന വിറകും പോലെയാണ്. അതിങ്ങനെ കത്തി 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 പോവാണ്. എല്ലാവരും വെളിച്ചവും പുകയൊക്കെ കാണും, അതൊക്കെ എല്ലാവരും കണ്ടു വേഗം പോകും. പക്ഷെ അനുഭവിക്കുന്നവർക്കല്ലേ അതിൻ്റെ ആഴം അറിയത്തുള്ളൂ. ഞാൻ ദൈവവചനം ഒരുങ്ങുന്ന സമയത്ത് ഒരാൾ വന്ന് പറഞ്ഞു, ഒരാൾ അർജൻറ്റായിട്ട് കാണാൻ വന്നിട്ടുണ്ട്, ഒന്ന് താഴേക്ക് വരാമോ എന്ന് ചോദിച്ചു. ഞാൻ വേഗത്തിൽ താഴെ ചെന്നു, അവരുടെ വാക്കുകൾ കേട്ടു. പ്രാർത്ഥിച്ചപ്പോൾ എനിക്കൊരു പ്രസംഗിക്കാനുള്ളൊരു വിഷയം കിട്ടി. ആ വ്യക്തിയുടെ വിഷയമല്ല, എൻ്റെ മനസ്സിൽ എനിക്ക് ദൈവം തന്നൊരു കാര്യം ഞാൻ ഇന്നലെ അത് സൂചിപ്പിച്ചു. നമ്മുടെ ജീവിതം ശരിക്കും പരിശോധിക്കുമ്പോൾ, നിങ്ങളുടെ ജീവിതമല്ല, എൻ്റെ ജീവിതം ഞാൻ പരിശോധിക്കുമ്പോൾ എനിക്ക് തോന്നും, എൻ്റെ ജീവിതം ഒരു കൈക്കലത്തുണി പോലത്തെ ജീവിതമാണല്ലോ എന്നൊക്കെ. എന്താണ് നമ്മുടെ വീടുകളിൽ ഇന്ന് ചിലപ്പോൾ ഉണ്ടാകത്തില്ല, എന്നാലും അറിയായിരിക്കും. എന്താ പേര്? കൈക്കലത്തുണി. അതിൻ്റെ പേര് തന്നെ ഒരു ഭംഗിയില്ല. എന്താണ് അതിൻ്റെ പേര്? കൈക്കലത്തുണി. കൈക്കലത്തുണി ഗസ്റ്റിന് കൊടുക്കുന്ന തുണിയല്ല, ഭക്ഷണം കഴിച്ച് മുഖം തോക്കാൻ തുടയ്ക്കുന്ന തുണിയല്ല. പിന്നെയോ അത് അടുക്കളയിലെ പാത്രങ്ങൾ, ഗ്യാസിൻ്റെയോ തീയുടെയോ മുകളിലിരിക്കുന്ന ചൂടുള്ള പാത്രങ്ങളെ നമ്മുടെ കൈ പൊള്ളാതിരിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന കരി പറ്റിയ, ചുളിവുകളുള്ള, ദുർഗന്ധമുള്ള, ഭംഗിയില്ലാത്ത ഏതോ വസ്ത്രത്തിൽ നിന്ന് കീറിയെടുത്തൊരു ഭാഗമാണ് നമ്മൾ അതിനിട്ട പേര് കൈക്കലത്തുണി എന്നാണ്. പക്ഷെ എൻ്റെ മനസ്സിൽ വന്ന കാര്യം പറയാം. കൈക്കലത്തുണിയാണേലും അതിനെ കൊണ്ടുപോലും ചില ആവശ്യങ്ങളുണ്ട് നമുക്ക്, ഇല്ലേ? നമ്മുടെ വീട്ടിലൊരു പാത്രം അടുപ്പേ നിന്ന് എടുക്കണമെങ്കിൽ അലുമാരി പോയി നല്ല ഡ്രസ്സ് എടുത്തുകൊണ്ട് വരത്തില്ല. എവിടെയാ കൈക്കലത്തുണി എന്നാണ് നോക്കുന്നത്. മോശം തുണി എവിടെയാ? മോശം തുണി കൊണ്ട് പോലും പ്രയോജനമുണ്ട്. ചിലപ്പോൾ മോശം തുണികൾ കൊണ്ട് ചിലപ്പോൾ അത് ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യമാണ്, നമ്മൾ ചിലപ്പോൾ ചിന്തിക്കില്ലേ, ഞാൻ പ്രാർത്ഥിച്ചാൽ എന്നാ നടക്കും, എന്തേലും നടക്കുമോ, ഞാനൊരു കൊള്ളാത്തവനല്ലേ? നിന്നെയും ദൈവം പ്രയോജനപ്പെടുത്തും. ചില ആളുകൾ, ഞാൻ കേട്ട ഒരു ഡയലോഗുണ്ട്, അയാൾ ആരാ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ? അയാൾ എന്നാ വിശുദ്ധനായത്? അയാൾ എന്നാ വലിയ പുണ്യാളനായത്? അയാളെ മാർപ്പാപ്പയാണോ? അയാൾ വലിയ പുള്ളിയാണല്ലോ. നമ്മൾ പറയും അയാളുടെ പഴയകാലമൊക്കെ എനിക്കറിയാം, അയാൾ ആരാന്നൊക്കെ എനിക്കറിയാം. ഇന്ന് ഭക്തിമാർഗത്തിൽ പോവുക. നമ്മൾ ചിലരെ ഇങ്ങനെ വിധിക്കത്തില്ലേ, പരിഹസിക്കത്തില്ലേ? അയാൾക്ക് എന്നാ പ്രാർത്ഥിക്കാൻ യോഗ്യത? അയാൾ ഇന്നലെയൊക്കെ അയാൾ ആരായിരുന്നു? അയാൾ അനുദപിച്ചതും കണ്ണുനീരൊഴുക്കിയതും ആരും കണ്ടിട്ടുണ്ടാകില്ല. അയാൾ ചെയ്ത തെറ്റിനെ ഓർത്ത് അയാൾ പല പ്രാവശ്യം അനുദപിച്ചിട്ടുണ്ടാകും. എല്ലാം തികഞ്ഞ ആരാ ഉള്ളേ? എല്ലാം തികഞ്ഞ് പെർഫെക്റ്റായ ആരാ നേരെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ആരാ ഉള്ളത്? ആരുമില്ല. ഞാനും നിങ്ങളും പാപികളാണ്. സത്യം പറഞ്ഞാൽ വെറും കൈക്കലത്തുണിയാണ്, വെറും കൈക്കലത്തുണിയാണ്. ദേഷ്യം വരുമ്പോൾ ചീത്ത പറയുന്ന, ഇഷ്ടക്കേട് വരുമ്പോൾ വായു വരുന്നത് വിളിച്ചു പറയുന്ന,
പ്രതികരിക്കുന്ന സാധാരണ പച്ച മനുഷ്യരാണ് നമ്മൾ. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, നമ്മളെ കൊണ്ടുപോലും ദൈവം വലിയ കാര്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്തും. ഒരു വചനം വായിക്കുവാണ്, പ്രഭാഷകന്റെ പുസ്തകം 11-ാം അധ്യായം 12-13 വാക്യങ്ങളാണ്. ഇത് മറക്കാതെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ സൂക്ഷിക്കാൻ കഴിയട്ടെ. പ്രഭാഷകന്റെ പുസ്തകം 11-ാം അധ്യായം 12-ാമത്തെ വാക്യം ഒന്ന് കേൾക്കുവാണ്, വായിക്കുക. വേറെ ചിലർ എഴുതിയിരിക്കുകയാണ്, ചിലർ മന്ദഗതിക്കാരും എഴുതിയിരിക്കുവാണ്, ചിലർ മന്ദഗതിക്കാരും. വെരി സ്ലോ, അവർ സ്ലോ ആണ്. മന്ദഗതിക്കാരും, ബലഹീനരും, കഴിവില്ലാത്തവരും, സഹായാർത്ഥികളും, അതീവ ദരിദ്രരുമാണ്. ഇത്ര എഴുതിയിരിക്കുന്നത്. 4 പ്രത്യേകത എഴുതിയിട്ടുണ്ട്. എന്തൊക്കെയാണെന്നും കൂടെ എണ്ണുവാണ്. ഒന്നാമത്തെ പ്രത്യേകതയാണ് മന്ദഗതിക്കാർ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാം സ്ലോ ആണ്, ഒരു സ്പീഡും ഇല്ല. നമ്മൾ അങ്ങനെയുള്ളവരെ നോക്കി, വെറും ഉഴപ്പനാണ്, വെറും സ്ലോ ആണ് പുള്ളി ഒരു കാര്യം ഏൽപ്പിച്ചാൽ നാളെ അത് ചെയ്യത്തുള്ളൂ. ചിലർ മന്ദഗതിക്കാരും. അങ്ങനെയുള്ളവരെ പലരും വഴക്കു പറയും, പലരും ഒഴിവാക്കും, പലരും താഴ്ത്തിക്കെട്ടും. ചിലർ മന്ദഗതിക്കാരും. ബലഹീനർ എന്ന് പറഞ്ഞാൽ അശുവാണ്. സാധാരണ പച്ചമല അശുവാണ്, ഒരു പാവം പിടിച്ചവൻ. വേറെ ചിലർ പറയും ഒരു കഴിവില്ലാത്തവനാണ്, എന്തോ കുഴപ്പമുണ്ട്, വലിയ ബുദ്ധിയൊന്നുമില്ല. ബലഹീനരാണ്, കഴിവില്ലാത്തവരുമാണ്. പിന്നെയോ സഹായാർത്ഥികളും. അവർക്ക് വേറൊരാളുടെ സഹായം എന്നാലേ രക്ഷപ്പെടത്തുള്ളൂ. ഒറ്റയ്ക്ക് കയറിപ്പോകാൻ കഴിവില്ല. ഒറ്റയ്ക്ക് രക്ഷപ്പെടാനുള്ള കഴിവും സാമർഥ്യമൊന്നും അവരിലില്ല. എന്നാൽ അടുത്ത വാക്യം, അടുത്തൊന്നും കൂടെ വായിച്ചേ. ചിലർ അതീവ ദരിദ്രരുമാണ്. അവർ ദരിദ്രരെന്നല്ല, അതീവ ദരിദ്രരുമാണ്. ഒന്നാമത് പാവം പിടിച്ച ആൾക്കാരാണ്, പാവപ്പെട്ടവരുമാണ്, പോരാത്തിന് മന്ദഗതിക്കാരുമാണ്. പിന്നെയോ ബലഹീനരാണ്, പലരുടെ സഹായം കൊണ്ട് ജീവിക്കുന്നവരുമാണ്. കഷ്ടം. പക്ഷെ ഇങ്ങനെയൊക്കെ ആണേലും ദൈവം അവരെ കടാക്ഷിച്ച് അവരുടെ ദയനീയ അവസ്ഥയിൽ നിന്ന് ഉയർത്തുന്നു. അതിന്ന് നടക്കണം. അതെൻ്റെ ജീവിതത്തിൽ നടക്കണം. ഈ അവസ്ഥയിലുള്ള പലരുടെയും ജീവിതത്തിൽ നടക്കണം. ഏതവസ്ഥയെന്നാ? ദയനീയ അവസ്ഥ. ഒത്തിരി പേരുടെ അവസ്ഥ അങ്ങനെയാ, ദയനീയ അവസ്ഥയാ. രോഗം കൊണ്ടും സാമ്പത്തിക പ്രതിസന്ധി കൊണ്ടും ദയനീയ അവസ്ഥ. അവിടെ എഴുതിയിരിക്കും, ദയനീയ അവസ്ഥയിൽ തുടരുന്നു എന്നാണോ ഉയർത്തുന്നു എന്നാണോ? നോക്കിക്കേ, ഉയർത്തുന്നു. ദയനീയ അവസ്ഥയിൽ നിന്ന് ഉയർത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് വേദപുസ്തകം പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നും കൂടെ ആ വാക്യം വായിക്കേ. വേറെ ചിലർ മന്ദഗതിക്കാരും, ബലഹീനരും, സഹായം കിട്ടേണ്ടവരും, പാവം പിടിച്ചവരും, അതീവ ദരിദ്രരുമാണ്. വെറും പാവപ്പെട്ടവരാണ്. എന്നാൽ ഇതിനകത്ത് വീടില്ലാത്തവരില്ലേ? ചോർന്നൊലിക്കുന്ന വീടുള്ളവർ ഇതിനകത്തില്ലേ? നല്ലൊരു കട്ടിൽ വീട്ടിലില്ലാത്തവരില്ലേ? നല്ലൊരു മേശയില്ലാത്തവരില്ലേ? സൗകര്യമുള്ളൊരു മുറിയില്ലാത്തവരില്ലേ? നല്ലൊരു ടോയ്ലറ്റ് പോലും ഇല്ലാത്തവർ ഇന്നുമുണ്ട്. നല്ലൊരു വീട്ടിൽ ഒരാൾ വന്നാൽ കിടക്കാൻ കൊടുക്കാൻ ഒരു റൂം കൊടുക്കാനില്ല, ഒരു സൗകര്യത്തിന് ഇരിക്കാൻ കസേരയില്ലാത്തവർ ഇന്നുമുണ്ട്. ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ ഭവനത്തിൽ താമസിക്കുന്നവരില്ലേ? ആ വാക്കിന് നമ്മുടെ എല്ലാം പലരുടെയും ജീവിതമായിട്ട് ബന്ധമുണ്ട്. ദയനീയ അവസ്ഥ. ആ കൊച്ചിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 6 മാസമല്ലേ ആയുള്ളൂ, എന്തോ ഒരു കഷ്ടമാ. ദയനീയ അവസ്ഥയാണ്. ആ രാജ്യത്ത് പഠിക്കാൻ പോയിട്ട് ഇപ്പോൾ PR കിട്ടുന്നില്ല, തിരിച്ചു പോരേണ്ട ഒരു അവസ്ഥ, ഒരു ദയനീയ അവസ്ഥയാ. പക്ഷേ ദൈവത്തിലാണോ നീ ആശ്രയിക്കുന്നത്? ദൈവവചനം നിങ്ങളെ നോക്കി ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. ദയനീയ അവസ്ഥയിൽ നിന്ന് ഉയർത്തുന്നു. ഹല്ലേലൂയ.